ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ട്രാവൽ ബ്ലോഗായിട്ടാണ്. വേറെ എവിടെയല്ല, നമ്മൾ കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നത്. കാപ്പാട് ബീച്ചിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാപ്പാട് ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വണ്ടി വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ അല്ല കയറുന്നത്, അതിൻ്റെ സൈഡിൽ കൂടെയാണ് കയറുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൈഡിൽ കൂടി കയറുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് ഇത് ലൈഫ് ഗാർഡിൻ്റെ അവിടെ എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ഉണ്ടായാൽ ഇതിൽ കയറിയിട്ടാണ് അവർ നിരീക്ഷിക്കുക, എന്നിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിന് ടൈമിംഗ് ഉണ്ട്, 9 AM to 7 PM ആണ് അവർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കാപ്പാട് ബീച്ച് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയുള്ളൊരു ബീച്ചാണ്. ഓരോന്നായിട്ട് ഇങ്ങനെ സെക്ഷൻ ആക്കിയിട്ട് അവരാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറേ നോട്ട് ചെയ്തിട്ട് അങ്ങനെ ബോർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ നിങ്ങൾ ഈ കാണുന്നൊരു ചെയറില്ലേ, അത് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇതിപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൽ നമുക്ക് കിടക്കാൻ പറ്റിയില്ല, സ്പേസ് ഉണ്ടായില്ല, എല്ലാത്തിലും ഫുള്ളായിരുന്നു. പിന്നെ നമുക്ക് വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറെ സെക്ഷൻ ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതാണ് ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷനാണിത്. അതും ഈ മുളകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കണ്ട രണ്ടാൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് ആരെങ്കിലും കടലിൽ മുങ്ങിപ്പോവോ അങ്ങനെയൊന്നും ചെയ്താൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണത്. ഒരു ഓറഞ്ച് ടീഷർട്ടുള്ള ആൾക്കാർ കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ സഹായിക്കാനുള്ള ആൾക്കാരാണ്. പിന്നെ ഇതാണ് നമുക്ക് വാഷ്റൂമാണ്. ലേഡീസിന് ജെൻസ് വേറെ തന്നെ സെക്ഷൻ ആക്കിയിട്ട് വാഷ്റൂമാണ്. നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. രാജ്യത്ത് 8 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ബീച്ച് നമ്മുടെ കാപ്പാട് ബീച്ചാണ്. ഈ ബീച്ചിൽ ഡ്രസ്സിങ് റൂം, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, സോളാറ്, പിന്നെ കുറേ ബെഞ്ചുകൾ, വാച്ച് ടവറുകൾ, അങ്ങനെ നമുക്ക് ശുചിത്വം, വാട്ടർ ക്വാളിറ്റി, അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ബേസിലാണ് ബ്ലൂ ഫ്ലാഗ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു. പെട്ടെന്ന് നമ്മൾ നടന്നു. കാരണം 7 മണിക്ക് ഇത് ഫുൾ ലൈറ്റ് ഓഫ് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ. അതുകൊണ്ട് എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് നടക്കുകയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കുണ്ട്. മീൻസ് ഊഞ്ഞാലും ഇതൊക്കെ നിങ്ങൾ കാണാൻ പറ്റും വീഡിയോയിൽ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാനിപ്പോൾ കാണിക്കുന്നത് ബീച്ചിൻ്റെ ഫുൾ ഇൻഫർമേഷൻ തരുന്ന ഒരു ബോർഡാണ്. അത് നമ്മളെ ഫ്രണ്ടിലാണ്, നമ്മൾ ബാക്കിൽ കൂടെയാണ് ഇപ്പോൾ കയറിയത് കേട്ടോ. ഈ ഫ്രണ്ട് ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ ഈ ബോർഡൊക്കെ കാണുന്നത്. നമ്മളിങ്ങനെ ബാക്കിൽ കൂടി കയറിയതുകൊണ്ട് നമ്മളതിൻ്റെ ഇൻ ബിറ്റ്വീൻ കാണിക്കുന്നതാണ്. പിന്നെ കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി മെയിൻ എൻട്രൻസ് വരുന്നത്. കാപ്പാട് ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാണ്. ഇവിടെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ പണ്ട് മീൻസ് ഇത് പുതുക്കിയതിന് ശേഷം അവിടെ ടിക്കറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടാണ് ഉള്ളിൽ കയറ്റാറ്. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് നിൽക്കാനുണ്ട്, കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ്. പിന്നെ നമ്മൾ ഫിറ്റ്നസ് സോണിൽ വന്നു. ഫിറ്റ്നസ് സോണിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നടന്ന് ലാസ്റ്റ് എൻഡ് പോയിന്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ പുതുക്കിയതൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, തിരമാലയൊക്കെ കാണാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി. അപ്പോഴേക്ക് സെക്യൂരിറ്റി പറഞ്ഞു അത് ക്ലോസ് ചെയ്തു, കാരണം സമയം ഓവറായി, ഇനി അങ്ങോട്ട് പോകാനാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാപ്പാട് ബീച്ചിൻ്റെ ഒരു മനോഹരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. നമ്മൾ പിന്നെ കുറച്ച് അവിടെ ഇരുന്നു, 7 മണിയൊക്കെ വരെ ഇരുന്നു. പണ്ട് നമ്മൾ വന്നപ്പോൾ, ഇതിന് മുമ്പ് വന്നപ്പോൾ 7 മണി, കറക്റ്റ് 7 മണിക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ഈ തവണ പോയപ്പോൾ 7 മണി കഴിഞ്ഞിട്ടും ലൈറ്റൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു അതൊക്കെ ആ ടൈമിങ് അവർ മാറ്റിയെന്ന് തോന്നുന്നു. 7 മണി കഴിഞ്ഞിട്ടും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആ ഒരു എന്താ പറയുക, നല്ല തണുത്ത കാറ്റും അങ്ങനെയൊക്കെ ആസ്വദിച്ചിരിക്കാനും കുറേ നല്ല സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫാമിലി ആയിട്ടും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയാണ് കാപ്പാട് ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടണം. പിന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.